ഈ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ്? ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പിയസ്റ്റ് എന്നൊക്കെ പറയില്ലേ ബൈറ്റ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഉള്ളത് നോക്കിയേ, ഇവരെന്താ കഴിക്കുക? കോമൺ ഗ്രൗണ്ട് യൂണിവേഴ്സിറ്റി ആണ്. ഒരു കോമൺ ഗ്രൗണ്ട് ആണല്ലേ, ഒരു പൊതുയിടാണ് ഫുഡ്. അതെന്താണ്? ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് എന്നാണ് ജെയിംസ് ബിയർഡ് പറഞ്ഞല്ലേ. അപ്പോ ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു കുട്ടി ഫുഡ് കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു കുട്ടി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, അമ്മ ഡോർ തുറക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? നമുക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെയും വന്നിട്ടുണ്ട്, എന്താണ്, അവർ നമ്മളെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ. എന്നിട്ട് അവർക്ക് നമുക്ക് എന്താക്കാം, ഷെയർ ചെയ്യുക അല്ലേ. ഓക്കെ, അങ്ങനെയല്ലേ നമ്മളെ മാനേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മള് നിങ്ങൾ കേട്ടോ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇൻട്രസ്റ്റ്. read and enjoy. The stone soup. വെച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. സ്റ്റോൺ സൂപ്പാണ്. ട്രാവലർ എന്താണ്? പോവാണല്ലേ, നടന്ന് പോവാണല്ലേ ഒരു കുട്ടി. ട്രാവലറാണ്. ഹോട്ട് ആൻഡ് സണ്ണി. എന്താണ്, ഒരു ചൂടുള്ള ഒരു വെയിലുള്ള ഒരു ദിവസമാണ് കേട്ടോ. A young traveler വില്ലേജിലെത്തി. He was exhausted and hungry. എന്താണ് എക്സോസ്റ്റഡ്? വെരി ടയർഡ്, ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഹംഗ്രി എന്താണ്, വിശക്കുന്നുണ്ട്. ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, വിശപ്പ് കേട്ടോ. The streets were empty. എന്താണ്, അവിടെ തെരുവുകളൊക്കെ എന്താണ്, കാലിയായി കിടക്കുക. Every window and door was locked. എല്ലാ വിൻഡോസും അതുപോലെ ഡോറില് ജനലും വാതിലും ഒക്കെ എന്താണ്, ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. The village seemed an unfriendly place. ആ വില്ലേജ് എന്താണ്, ഒരു അൺഫ്രണ്ട്ലി പ്ലേസ് ആയിട്ടാണ് അവന് തോന്നപ്പെട്ടത് അല്ലേ. ഒരു എന്താണ്, ഒരു ഫ്രണ്ട്ലുള്ള രീതിയിൽ അല്ലേ, ഒരു അൺഫ്രണ്ട്ലി പ്ലേസ് മാതിരിയാണ് എന്താക്കുന്നത്, അതവിടെ തോന്നപ്പെട്ടു. ദ ഹോപ്പ്, എന്താ ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ, അങ്ങനെ സ്മോൾ കോട്ടേജിൽ എന്താക്കി എത്തി അല്ലേ. ഒരു സ്മോൾ ഹൗസിൽ എത്തി അല്ലേ. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. അങ്ങനെ എന്താക്കി അവൻ ആ ഡോറിൽ നോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡോർ ഇങ്ങനെ തട്ടുക അല്ലേ. ദ ഓൾഡ് വുമൺ പീക്ക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഓൾഡ് വുമൺ എന്താക്കി, ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് എന്താക്കി, ഡോറ് തുറന്നു അല്ലേ. ഹു ആർ യു? ഷീ ആസ്ക്ഡ്. നിങ്ങൾ ആരാന്ന് ചോദിച്ചില്ല അവര്. ഐ എം ഹംഗ്രി ഹി സെഡ്. ഞാൻ ഒരു യാത്രക്കാരനാണ്, എനിക്കാണെങ്കിൽ ഭയങ്കര വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹി സെഡ് could you please give me something to eat? നിങ്ങൾ the woman said അല്ലേ, we don't have enough food for ourselves. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ ഫുഡ് തികയുന്നില്ല എന്നുള്ളത് ആ വുമൺ പറഞ്ഞു അല്ലേ. ആൻഡ് ഷീ ക്ലോസ് ഡോർ. എന്നിട്ട് എന്താക്കി, അവർ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തു അല്ലേ. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തുകൊണ്ടാണ് ഈ ഓൾഡ് വുമണ് ഈ അവരുടെ ഫുഡ് ഈ ട്രാവലറായിട്ട് ഷെയർ ചെയ്യാൻ വിസമ്മതിച്ചത്? എന്തുകൊണ്ടാണ്? ഡു യു അഗ്രി വിത്ത് വാട്ട് ഷീ ഡിഡ്? നിങ്ങൾ അഗ്രി ചെയ്യുന്ന, നിങ്ങൾ എന്താണ് അതിനോട് യോജിക്കുന്നുണ്ടോ? അവർ പറഞ്ഞതിനോട്, അവർ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, ദ സൂപ്പ് സ്റ്റോൺ. നോക്കാം എന്താണ് അടുത്തത്. സൂപ്പ് സ്റ്റോൺ എന്താണ്? ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. അങ്ങനെ ട്രാവലർ എന്താക്കി, അവന് അവൻ്റെ ബാഗിൽ നിന്ന് ഒരു റൗണ്ട് സ്റ്റോൺ എന്താക്കി അതിന്ന് എടുത്തു. ആൻഡ് നോക്ക്ഡ് അഗെയിൻ. എന്നിട്ട് എന്താക്കി, ഡോറിൽ വീണ്ടും എന്താക്കി, തട്ടി. ഓക്കെ, ദ ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോർ. അങ്ങനെ ഓൾഡ് വുമൺ എന്താക്കി, ഡോർ തുറന്നു. വാട്ട് നൗ? ഇനി എന്താ?
ഷീ ആസ്ക്ഡ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. ഇറിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോട് കൂടി പറഞ്ഞു എന്താ വേണ്ടിയെന്ന് ചോദിച്ചില്ലേ. എന്താണ് ഇനിയെന്ന് ചോദിച്ചു. ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സ്റ്റൂപ്പ്. ഞാൻ എന്താണ് ഒരു സ്റ്റോൺ സ്റ്റൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ. ദ ട്രാവലർ അനൗൺസ്ഡ്. ട്രാവലർ പറഞ്ഞില്ലേ ഇറ്റ്സ് ഡിലീഷ്യസ്. ഇത് എന്താണ് നല്ല ഡിലീഷ്യസ്. എന്താ ഞാൻ ചിരിച്ചില്ല. ഗീഗിൾ എന്ന് പറഞ്ഞാൽ ചിരിക്കുക അല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോണിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവര് ചോദിക്കുകയാണ് അല്ലേ ഈ ഓൾഡ് വൺ. ഓ യെസ് ഐ ക്യാൻ. ഓ എനിക്ക് കഴിയുക കേട്ടോ. ഓ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞില്ലേ. ദ ട്രാവലർ സെഡ്. കോൺഫിഡന്റ്. അവന് ഭയങ്കര ആത്മവിശ്വാസത്തിലാ പറഞ്ഞില്ലേ. നല്ല കോൺഫിഡന്റിലാണ് അവന് കാണപ്പെട്ടത് അല്ലേ. ദ വുമൺ ലെറ്റ് ഹിം ഇൻ. അങ്ങനെ എന്താക്കി ഈ വുമണ് അവനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു അല്ലേ. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ഓൾഡ് വുമൺ എന്തിനാ ചിരിച്ചത്. ഇവര് സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ അല്ലേ. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവലർ ഇൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓൾഡ് വുമണ് അവളുടെ അകത്തേക്ക് ക്ഷണിച്ചത്, അകത്തേക്ക് കയറ്റിയത് എന്തുകൊണ്ടാണ്. ആ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അകത്തേക്ക് കയറ്റിയതാണ് അല്ലേ. ഓക്കെ. ദ ഡിലീഷ്യസ് ഡിഷ് അല്ലേ. ഇനി എന്താ ഡിലീഷ്യസ് ആയിട്ടുള്ള ഡിഷാണ് അല്ലേ. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ പുട്ട് ഇറ്റ് ഇൻ ഓൺ ദ ഫയർ. നിങ്ങൾ എന്താക്കുക ഒരു പോട്ടിൽ വെള്ളം നിറയ്ക്കാൻ എന്നിട്ട് എന്താക്കുക തീര് വെക്കുക എന്ന് പറഞ്ഞില്ലേ. അടുപ്പിൽ വെക്കാൻ പറഞ്ഞു. സെഡ് ദ യങ് ട്രാവലർ. ആ യങ് ട്രാവലർ അങ്ങനെ പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഡിഡ് സോ. അങ്ങനെ ഓൾഡ് വുമൺ എന്താക്കി അങ്ങനെ ചെയ്ത്. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വെള്ളം എന്താണ് ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ കുമിള വരാൻ തുടങ്ങി അല്ലേ, തിളയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ്. ദ ട്രാവലർ വാഷ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്. അങ്ങനെ എന്താക്കി ട്രാവലർ അവൻ്റെ കയ്യിലുള്ള ഒരു റൗണ്ട് സ്റ്റോൺ എന്താക്കി വലിയ ടൈമിട്ട് സ്റ്റോണ് വാഷ് ചെയ്തു അല്ലേ. കഴുകിയിട്ട് എന്താക്കി ആ പോട്ടിലേക്ക് ഇട്ടു അല്ലേ. ഹി സ്റ്റിർ ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അങ്ങനെ അവൻ എന്താക്കി ആ സൂപ്പ് എന്താക്കി ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട്. സ്റ്റിർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇളക്കുക. ആസ് ഹി സ്റ്റിഡ് അവനിങ്ങനെ ഇളക്കുമ്പോൾ ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അപ്പോൾ അവനെന്താണ് ഒരു പാട്ട് മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഹംഡ് പറഞ്ഞിങ്ങനെ നമ്മൾ മൂളിപ്പാട്ട് പാടൂലേ അതാണ് കേട്ടോ എ ലിറ്റിൽ ട്യൂൺ. ദെൻ ഹി ടേസ്റ്റഡ് ചെയ്ത്. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്യാണല്ലേ അവന്. ആൻഡ് സെഡ് അവൻ പറയുകയാണ് എന്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. അത് ഇതെന്താ റെഡി ആയിട്ടുണ്ട്. ബട്ട് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. കുറച്ചൊരു സാൾട്ടും കുറച്ചൊരു ബട്ടറും ഉണ്ടായിരുന്നെങ്കിൽ നല്ല നന്നാവുമായിരുന്നു എന്ന് അവൻ പറഞ്ഞു കേട്ടോ. ദ ഓൾഡ് വുമൺ ഹാഡ് സം സാൾട്ട് ആൻഡ് ബട്ടർ. അങ്ങനെ ഓൾഡ് വുമൺ എന്താക്കി അവിടെ എന്താ കുറച്ച് സാൾട്ടും ബട്ടറും ഉണ്ടായിരുന്നു അല്ലേ. ആൻഡ് ഷീ ആഡഡ് ദം ടു ദ പോട്ട്. അങ്ങനെ എന്താക്കി ഓൾഡ് വുമൺ എന്താക്കി അതിലേക്ക് ആ പോട്ടിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ. അതിലേക്ക് ബട്ടറും ആഡ് ചെയ്തു. ബട്ടറും സാൾട്ടും അതുപോലെ സ്റ്റോണിനോടും സൂപ്പ് ഉണ്ടാക്കാൻ കഴിയോ ശരിക്കും? എന്താണ് നിങ്ങളെ അഭിപ്രായത്തില്? നോക്കാം അല്ലേ. ഇല്ല അല്ലേ ശരിക്കും അങ്ങനെയൊക്കെ സ്റ്റോണിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ബാക്കി വരുന്ന ചേരുവകൾ നോക്കാം. ഈസ് ദ സൂപ്പ് റെഡി. സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചില്ലേ. ആസ്ക് ദ ഓൾഡ് വുമൺ. അപ്പോൾ എന്താണ് ഓൾഡ് വുമൺ ചോദിക്കുക സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചില്ലേ. ഓ നോ നോട്ട് അല്ല ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. സെഡ് ദ യങ് ട്രാവലർ. യങ് ട്രാവലർ പറയാല്ലേ ഇറ്റ് ഈസ് ഡിലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ഇതെന്താണ് ഭയങ്കര ടേസ്റ്റിയാണ് അല്ലേ. നമ്മളൊരു ഭയങ്കര ഫുൾഫിൽ ആയിട്ടുള്ള ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് എന്താണ് സൂപ്പാന്ന് പറഞ്ഞില്ലേ. ഇറ്റ് ഈസ് ആസ് യു കുഡ്. നിങ്ങൾ എന്താണ് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ കൂടുതലുള്ള ടേസ്റ്റാണ് എന്ത് ഇതിലുണ്ടാവുക എന്ന് ഈ യങ് ട്രാവലർ പറഞ്ഞില്ലേ. ബട്ട് ആൻ ഒണിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. എന്താ ഒരു ഒണിയനൊക്കെ കിട്ടി ഇതിൽ ചേർക്കുകയാണ്. 2-3 ഒണിയനൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണ് ഇത് ടേസ്റ്റിയർ ആവുമെന്ന് പറഞ്ഞില്ല. കുറച്ച് ടേസ്റ്റ് കൂടുന്നു അല്ലേ കൂടുന്നു പറഞ്ഞു. ദ ഓൾഡ് വുമൺ സ്ലൈസ്ഡ് സം ഒണിയൻസ് ആൻഡ് ആഡഡ് ദം ഇൻ ടു ദ പോട്ട് വിത്ത് സൂപ്പ് സ്റ്റോൺ. അങ്ങനെ ഓൾഡ് വുമൺ എന്താക്കി അവിടെ കുറച്ച് ഒണിയൻസ് ഉണ്ടായിനി അതൊക്കെ എന്താണ് അരിഞ്ഞിട്ട് എന്താക്കി ഈ സൂപ്പ് സ്റ്റോണിൻ്റെ പോട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് അല്ലേ. ദ അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നൈബർ. അങ്ങനെ എന്താക്കി അരോമ എന്ന് പറഞ്ഞാൽ നല്ല മണം വന്ന് അപ്പോൾ അല്ലേ. അപ്പം ആ സുഗന്ധം അല്ലേ അരോമ പറഞ്ഞാൽ സുഗന്ധം കേട്ടോ. ആ എന്താ സുഗന്ധം എന്താക്കി അവിടെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ എത്തിയില്ലേ. അപ്പോൾ അവരെന്താക്കി ആ നൈബർ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചില്ലേ. എന്നിട്ട് അപ്പോൾ ആ നൈബർ എന്താണ് ഇവരോട് ചോദിക്കുകയാണല്ലേ വാട്ട് ആർ യു കുക്കിംഗ്. നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചില്ലേ. സ്റ്റോൺ സൂപ്പ്. എന്താണ് സ്റ്റോൺ സൂപ്പാണ് എന്ന് പറഞ്ഞ് ട്രാവലർ സെഡ് അല്ലേ. ട്രാവലർ പറഞ്ഞ എന്താണ് സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ. കല്ല് സൂപ്പാണ് അല്ലേ. കല്ല് സൂപ്പോ എന്ന് ചോദിച്ചില്ലേ. ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്.
ഞാൻ എന്താണ് ഒരിക്കലും അതിനെക്കുറിച്ച് കേട്ടിട്ടെന്നല്ല എന്ന് പറഞ്ഞില്ലേ. സെഡ് ദ വില്ലേജർ. ആ വില്ലേജർ എന്താ പറഞ്ഞേ, ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടെന്നല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ്, യെസ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. ഇതെന്താണ്, ഒരു സ്പെഷ്യൽ സൂപ്പാന്ന് പറഞ്ഞില്ലേ. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചില്ലേ. ദ ട്രാവലർ ആസ്ക്ഡ്. അപ്പൊ ട്രാവലർ ചോദിച്ചില്ലേ, ഇതിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചില്ലേ. യെസ് ഐ ഹാവ് സം ടെർണിപ്സ് ആൻഡ് ബീൻസ്. എൻ്റെ കയ്യിൽ കുറച്ച് ബീൻസും ടെർണിപ്സും ഉണ്ട് അല്ലേ. ദ നൈബർ റിപ്ലൈഡ് അല്ലേ. ബീൻസ് പറഞ്ഞാൽ അറിയാലോ, പയറും പിന്നെ ടെർണിപ്പും അല്ലേ, അതും ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ഈ നൈബർ പറഞ്ഞില്ലേ. ഹി റാൻ ഹോം. അവൻ വീട്ടിലേക്ക് ഓടില്ലേ. ബ്രോഡ് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. എന്നിട്ട് എന്താക്കി, ടെർണിപ്പും ബീൻസും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്താക്കി, ഈ ഇതിലേക്ക് ആഡ് ചെയ്തു അല്ലേ, ഈ പോട്ടിലേക്ക്, എന്താ സ്റ്റോൺ സൂപ്പിലേക്ക് ആഡ് ചെയ്തു. വൈ ഡിഡ് ദ നൈബർ കം ടു ദ വുമൺസ് ഹൗസ്? എന്തുകൊണ്ടാണ് ഈ നൈബർ ഈ വുമണിന്റെ ഹൗസിലേക്ക് വന്നത്? അരോമ അല്ലേ, ആ സ്മെല്ല് എന്താണ് അവർക്ക് കിട്ടിയില്ലേ. അരോമ എന്താണ് സ്പ്രെഡ് ചെയ്തപ്പോൾ എന്താക്കി, നൈബർ വന്ന് നോക്കിയതാണല്ലേ എന്താ അവിടെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടി വരും ഈ സൂപ്പ് സൂപ്പ് ഉണ്ടാക്കുന്നത് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ. ദ ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആകാംക്ഷ അല്ലേ. നല്ല ആകാംക്ഷയാണല്ലേ. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അങ്ങനെ വില്ലേജേഴ്സ് എന്താക്കി, അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അല്ലേ. സ്ട്രേഞ്ച് സൂപ്പ്, സ്റ്റോൺ സൂപ്പിനെ കുറിച്ചിട്ട് എന്താക്കി സംസാരിക്കാൻ തുടങ്ങി. വൺ ബൈ ദ ഡിലീഷ്യസ് അരോമ. അങ്ങനെ ഓരോരുത്തരായിട്ട് എന്താക്കി, ഈ ഡിലീഷ്യസ് അരോമൻ്റെ ഇങ്ങനെ അവരെല്ലാവരും ശ്വസിച്ചു അല്ലേ. എല്ലാവരും നല്ല സുഗന്ധം അറിഞ്ഞെന്താക്കി, എല്ലാവരും ഓരോരുത്തരായിട്ട് എന്താക്കി ഇവിടെ വരാൻ തുടങ്ങി അല്ലേ. ഇസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. അങ്ങനെ വില്ലേജേഴ്സ് ചോദിക്കുകയല്ലേ, സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചില്ലേ. ഓ നോ നോട്ട് യെറ്റ്. ഇല്ല ഇതുവരെ ആയില്ല. സെഡ് ദ യങ് ട്രാവലർ. അല്ലേ ഇതുവരെ ആയില്ല എന്ന് പറഞ്ഞില്ലേ. ഇത് സൂപ്പ് നല്ലതാണ്. ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. ക്യാരറ്റും 2-3 ചേർത്ത് എന്താണ് കൂടുതൽ ടേസ്റ്റി ആവും എന്ന് പറഞ്ഞില്ലേ. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻസ്. ഒരു യങ് ലേഡി പറയുകയാണല്ലേ, ഞാൻ എന്നിട്ട് പോയിട്ട് എന്താ എൻ്റെ ഗാർഡനിൽ പോയിട്ട് എന്താണ് കുറച്ച് ക്യാരറ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ ഈ യങ് ലേഡി. ഷീ പുൾഡ് ഔട്ട് ക്യാരറ്റ് ഫ്രം ഹെർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൺസ് ഹൗസ്. അവളുടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എന്താക്കി ഇങ്ങോട്ട് വലിച്ചെടുത്ത് അല്ലേ. എന്നിട്ട് എന്താക്കി, ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൺസ് ഹൗസ്, വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദെൻ ഷീ ചോപ്ഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. ദ ട്രാവലർ സ്റ്റീർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അങ്ങനെ എന്താക്കി, അവളത് ചോപ്പ് ചെയ്ത് അല്ലേ, അങ്ങനെ കട്ട് ചെയ്തിട്ട് എന്താക്കി ആ സൂപ്പിലേക്ക് ആഡ് ചെയ്തു അല്ലേ. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ റൗണ്ട് ആൻഡ് റൗണ്ട്. ഇപ്പോൾ ട്രാവലർ എന്താക്കി, ആ സൂപ്പ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടുവന്ന്. ആസ് ഹി സ്റ്റേഡ് ഹി ഹംബ്ഡ്. എന്താണ്, അവനിപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, അവൻ നല്ല മൂളിപ്പാട്ട് ഇപ്പോഴും പാടുന്നുണ്ട് കേട്ടോ. വാട്ട് ഹാപ്പൻ വെൻ സൂപ്സ് അരോമ സ്പ്രെഡ്? അപ്പം ഈ സൂപ്പിന്റെ അരോമ സ്പ്രെഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വില്ലേജേഴ്സ് ഒക്കെ എന്താണ് ഇങ്ങോട്ടേക്ക് വന്നില്ലേ ആ സ്മെല്ലടിച്ചിട്ട്. ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു? എത്തിയപ്പോൾ ആ ലേഡി എന്താ ചെയ്തത്? അവള് ഗാർഡനിൽ എത്തിയപ്പോൾ എന്താണ്, ഷീ പുൾഡ് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ അല്ലേ. അതാണല്ലേ, എന്താണ് വലിച്ചെടുത്തു ക്യാരറ്റ്. ഓക്കെ, ഇനി എന്താ അടുത്ത് പറയുന്നത്? പിക്ചറൊക്കെ കണ്ടില്ലേ. ദ ഹാപ്പിനെസ്. എന്താണ് ഹാപ്പിനെസ്? നല്ല സന്തോഷം അല്ലേ. ഈസ് ദിസ് സൂപ്പ് റെഡി? ആസ്ക്ഡ് അനദർ വില്ലേജർ. അപ്പോൾ വേറൊരു വില്ലേജർ ചോദിക്കുകയാണല്ലേ, സൂപ്പ് റെഡി ആയോ? ഓ നോ നോട്ട് യെറ്റ്. ഇല്ല എന്ന് പറഞ്ഞില്ലേ. said the young traveler. This soup is delicious, but chicken would make it taste even better. അല്ലേ, ഈ സൂപ്പ് എന്താണ് ഡിലീഷ്യസ് ആണ്, പക്ഷെ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തില്ലെങ്കിൽ ബെറ്റർ ആവും ഇനി എന്ന് പറഞ്ഞില്ലേ. ഹിയറിംഗ് ദിസ്, കേൾക്കേണ്ട താമസം എന്താണ്, an old farmer went to his house and brought a chicken. അങ്ങനെ എന്താക്കി, ഓൾഡ് ഫാർമർ വീട്ടിൽ പോയിട്ട് എന്താക്കി, ചിക്കനെ കൊണ്ടുവന്നില്ലേ. The old woman and the traveler cut the chicken and put it into the pot along with the carrots.
ദ ഓണിയൻസ് ആൻഡ് ദ സൂപ്പ് സ്റ്റോൺ അല്ലേ. അപ്പോൾ എന്താണ് ഓൾഡ് വുമൺ എന്താക്കി, അത് കട്ട് ചെയ്ത് അല്ലേ, ഓൾഡ് വുമണും ട്രാവലറും കൂടി എന്താക്കി ആ ചിക്കനെ കട്ട് ചെയ്ത് അല്ലേ. എന്നിട്ട് എന്താക്കി ആ പോട്ടിലേക്ക് ഇട്ടിട്ട് എന്തൊക്കെയാ പോട്ടിലുള്ളത്, ക്യാരറ്റ്, ഓണിയന്, സൂപ്പ് സ്റ്റോൺ അല്ലേ, അതിലേക്ക് ഈ ചിക്കനും ഇട്ട്. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. അങ്ങനെ ലാസ്റ്റ് എന്താക്കി അതിലേക്ക് എന്താക്കി കുറച്ച് സ്പൈസസും കൂടി ആ പോട്ടിലേക്ക് ഇട്ടു അല്ലേ. കുറച്ച് സ്മെല്ലൊക്കെ വരുന്ന എന്താണ് സ്പൈസസും കൂടി അതിലേക്ക് ഇട്ടു അല്ലേ. ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ഇപ്പോഴും എന്താണ് അയാൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, എരിവും ഇതൊക്കെ ഇട്ടിട്ട് എന്താണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ്, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് അവനൊരു മൂളിപ്പാട്ട് പാടുന്നുണ്ട്. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ? അവര് ചിക്കനോട് എന്താ ചെയ്തത്, ആ ചിക്കൻ കട്ട് ചെയ്തിട്ട് എന്താക്കി അതിലേക്ക് ഇതിലേക്ക് ഇട്ട് അല്ലേ. എന്തിലേക്ക്, ഈ പോട്ടിലെ സൂപ്പിലേക്ക് അല്ലേ, സ്റ്റോൺ സൂപ്പിലേക്ക്. അപ്പൊ വില്ലേജസ് നല്ല രുചികരമായ സൂപ്പില്ലേ. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വില്ലേജേഴ്സ് ചോദിച്ചു അല്ലേ, ഈസ് ദിസ് സൂപ്പ് റെഡി, സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചു അല്ലേ. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. എന്താണ് ഇതിന്റെ സ്മെല്ലും നല്ലതാണ്, അതിന്റെ ടേസ്റ്റും നല്ലതാണ്. സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്സ് അല്ലേ. അപ്പൊ യങ് ട്രാവലർ എന്താക്കി ഇങ്ങനെ ചുണ്ടിതാക്കൂലേ, എന്ത് ഈ ഇതിന്റെ സ്മെല്ലും നല്ലതാണ്, ഇതിന്റെ ടേസ്റ്റും നല്ലതാന്ന് പറഞ്ഞില്ലേ. Now the soup is ready to serve, he announced. അപ്പം പറഞ്ഞത് ഇനി എന്താക്കുക, ഈ സൂപ്പ് എന്താണ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് പറഞ്ഞല്ലേ, ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ദ ഓൾഡ് വുമൺ hurried to get a few bowls. അങ്ങനെ ഓൾഡ് വുമൺ എന്താക്കി കുറച്ച് ബൗൾസ് വേഗം കൊണ്ടുവന്നു അല്ലേ. ദ യങ് ട്രാവലർ took the stone out of the pot. അങ്ങനെ ഈ യങ് ട്രാവലർ എന്താക്കി ആ പോട്ടിൽ നിന്ന് ആ സ്റ്റോൺ എന്താക്കി ഇങ്ങോട്ടേക്ക് എടുത്തു അല്ലേ. ക്ലീൻ ഇൻ ഹിസ് പോക്കറ്റ്, എന്താക്കി എന്നിട്ടത് ക്ലീൻ ചെയ്തു. എന്നിട്ട് എന്താക്കി അവൻ്റെ പോക്കറ്റിൽ ഇട്ടു. Then the traveler poured the soup into the bowls on the table അല്ലേ. അങ്ങനെ ഈ ട്രാവലർ എന്താക്കി ആ സൂപ്പ് ആ ടേബിളിൽ ഉണ്ടായിരുന്ന ബൗളിലേക്കൊക്കെ എന്താക്കുക ഒഴിച്ചു കൊടുത്തു അല്ലേ. ആ ഓൾഡ് വുമൺ കൊണ്ടുവന്ന ആ ബൗളിലേക്കൊക്കെ എന്താക്കി ഒഴിച്ചു അല്ലേ. ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലെയിംഡ്. അങ്ങനെ വില്ലേജേഴ്സ് എന്താക്കി ആ സൂപ്പ് ടേസ്റ്റ് ചെയ്തു അല്ലേ. എന്നിട്ട് പറയുകയാണ് അല്ലേ, ഇറ്റ്സ് റിയലി ഡിലീഷ്യസ്. ഇതെന്താണ് ഭയങ്കര ഡിലീഷ്യസ് ആണെന്ന് പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ബിക്കോസ് ദ സെൻറ്റൻസ് വിച്ച് ഷോ ദ സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. ഏത് സെൻറ്റൻസ് ആണ് ഇതിൽ ഭയങ്കര ഈ സൂപ്പ് ഭയങ്കര ടേസ്റ്റിയാന്ന് കാണിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് അല്ലേ, ഇറ്റ് ഈസ് ഓക്കെ. പിന്നെ ഇവിടെയും പറയല ഇറ്റ് സ്മെൽസ് പറയാം കേട്ടോ, നിങ്ങൾക്ക് ഏതാ സെലക്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ദെൻ ഇനി എന്താ യാത്ര പറയാം അല്ലേ. ദ റിയലൈസേഷൻ എന്താണ്, ഇനി സത്യാവസ്ഥ എന്താണ്. He would also like to make this soup. Where can we get such a magic stone? We would also സൂപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ. Where can we get such a magic stone? കിട്ടുകയെന്ന് ചോദിച്ചില്ലേ, ആസ്ക്ഡ് എ വില്ലേജർ ചോദിച്ചില്ലേ. ട്രാവലർ സ്മൈൽഡ് ആൻഡ് took the stone out of his pocket and said. അപ്പോൾ ട്രാവലർ എന്താക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്താക്കി ആ സ്റ്റോൺ പുറത്തെടുത്ത് അല്ലേ, അവൻ്റെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത്. ആൻഡ് സെഡ് പറയാണല്ലേ, ലുക്ക് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. നോക്ക്, ഇതൊരു ഓർഡിനറി സ്റ്റോൺ ആണ്, സാധാ ഒരു കല്ലാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ്. സൂപ്പ് ടേസ്റ്റ് ആയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഓൾ ദ യമ്മി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. എന്താണ് സൂപ്പ് ടേസ്റ്റ് ആകാൻ കാരണം എന്താണ്, എന്നാൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തു അല്ലേ, അതുകൊണ്ടാണ് എന്താക്കുന്നത് ടേസ്റ്റ് ആയത് എന്ന് പറഞ്ഞല്ലേ. ദ വില്ലേജേഴ്സ് വെർ സർപ്രൈസ്ഡ്. അപ്പോൾ വില്ലേജേഴ്സ് എന്താക്കി സർപ്രൈസ്ഡ്. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോഡ് ദ വില്ലേജേഴ്സ് ടുഗദർ. അങ്ങനെ എന്താണ് അവര് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് കാരണം എന്താക്കി ഈ വില്ലേജേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് അല്ലേ ആ ഒരുമ കൊണ്ടുവന്നു അല്ലേ. ഓൺവേർഡ്സ് അതിന് ശേഷം എന്താക്കി ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ലേ. അവരെന്താ അവരുടെ ഫുഡ് ഷെയർ ചെയ്തു അല്ലേ, അവർ സന്തോഷത്തോടു കൂടി അതിന് ശേഷം ജീവിച്ചു അല്ലേ. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? നിങ്ങൾക്ക് ഈ ട്രാവലർ അവരോട് പറ്റിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വൈ ഡു യു തിങ്ക് സോ? ഇനി പറ്റിച്ചതാണെങ്കിൽ ആണെന്ന് തോന്നാൻ കാരണം എന്താണ്, ഇനി പറ്റിച്ചതല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ലെസൺ ആണ് ഈ സ്റ്റോറി, അതായത് സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്? യൂണിറ്റി ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ, ഒത്തൊരുമയോട് കൂടി നമ്മൾ നിൽക്കണം അല്ലേ. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് ഗ്ലോസറി, കുറച്ച് എന്താണ് ഇതിന്റെ എന്താണ് അരോമ എന്ന് പറഞ്ഞാല് എ പ്ലസന്റ് സ്മെൽ. കോട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്മോൾ ഹൗസ്.
ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എ ഡിസയർ ടു നോ. ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേസ്റ്റി. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ്. എന്താരോ പറഞ്ഞ സ്മെല്ല്, ആകാംക്ഷ. ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ആയിട്ടില്ല അല്ലെ. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിട്ട്. ഇനി ഫുൾഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈങ് അല്ലെ. ഗീഗിൾ എന്ന് പറഞ്ഞാൽ ചിരിക്കട്ട്, ലോഫിന് സില്ലീവ് അല്ലെ. ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ് വിത്തൗട്ട് ഓപ്പണിംഗ് ദ മൗത്ത്, മൂളിപ്പാട്ട് പാടുക. ഇറിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ദേഷ്യം പിടിക്കുക, ഫീലിംഗ് ആംഗ്രി അല്ലെ, അതോട് കൂടി എന്നുള്ളതാണ്. ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താ? സാധാ, നോർമൽ അല്ലെ. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് സീക്രറ്റ്ലി അറ്റ് സംതിങ്, എന്തൊന്ന് ഒളിഞ്ഞു നോക്കൂലേ, അതാണ് കേട്ടോ. സ്ലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു കട്ട് ഇൻ ടു തിൻ പീസസ്. എന്താണ് സ്ലൈസ്ഡ് പറഞ്ഞാൽ? ഇങ്ങനെ ചെറിയ പീസാക്കി അരിയുന്നതിനാണ് കേട്ടോ. സ്റ്റിർ എന്ന് പറഞ്ഞാൽ എന്താ? ടു മിക്സ് എ ലിക്വിഡ് വിത്ത് എ സ്പൂൺ. എന്താണ്? സ്പൂണിനോട് ഇങ്ങനെ ഇളക്കുന്നതിനാണ് ഇത് സ്റ്റിർ എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി. ആക്ടിവിറ്റീസ് എന്താണ് നമുക്ക് ഈ അടുത്ത പാഠഭാഗത്ത് അടുത്ത വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലാണ് കേട്ടോ. സ്റ്റിർ നമുക്ക് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ടു മിക്സ് എ ലിക്വിഡ് വിത്ത് എ സ്പൂൺ കേട്ടോ. ഇളക്കുന്നതിനാണ് എന്താക്കുന്നത്? സ്റ്റിർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേസ്റ്റി ഫുഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ഈ സ്റ്റോറിയൊക്കെ മനസ്സിലായോ? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? നല്ല സ്റ്റോറി അല്ലേ? ഓക്കെ, നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾ എന്താക്കുക? മീനിങ് അറിഞ്ഞ് വായിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.